നമസ്കാരം. സവിശേഷതകളേറെയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യം. നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് തന്നെ ആരെയും വിമർശിക്കാൻ നമുക്ക് അധികാരമുണ്ട്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളർന്നതോടെ ഇത്തരം വിമർശനങ്ങൾ പരിധി വിട്ടു തുടങ്ങി. മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വെറുപ്പ് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം സകല നിയന്ത്രണങ്ങളെയും മറികടന്ന് രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ പോലും നടത്തി തുടങ്ങി. രാജ്യവിരുദ്ധമായ സോഷ്യൽ മീഡിയ അഭിപ്രായം പറയുന്നവരിൽ മുൻപിൽ നിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന മലയാളികളാണ് എന്നത് ഖേദകരമാണ്. സൗദിയിലും ഖത്തറിലും UAE-യിലും ഒമാനിലും കുവൈറ്റിലും ഒക്കെയുള്ള പലർ ആ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ട് മോദിയെയും BJP-യെയും RSS-നെയും ഒക്കെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും കുഴപ്പമുള്ള കാര്യമല്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞ കുറേ കാലമായി രാജ്യദ്രോഹ പരാമർശങ്ങൾ പലതും നടത്തുന്നുണ്ട്. എന്നാൽ അവിടങ്ങളിലെ സൈബർ നിയമങ്ങൾ കർശനമാണെന്നും വേണ്ടതുപോലെ തുനിഞ്ഞിറങ്ങിയാൽ പണി കിട്ടുമെന്നും ഇവരിൽ പലരും മനസ്സിലാക്കിയില്ല. ഇറാൻ യുദ്ധം ആരംഭിച്ചപ്പോഴാണ് ഇവരിൽ പലരും ഇതിൻ്റെ ചൂട് തിരിച്ചറിയുന്നത്. ദേശം നോക്കാതെ ഭാഷ നോക്കാതെ UAE-യിലുള്ള അനേകം പ്രവാസികളെ UAE സർക്കാർ യുദ്ധകാലത്ത് ഫേസ്ബുക്കിൽ പടമിട്ടതിൻ്റെയും മറ്റും പേരിൽ ജയിലിൽ അടച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, അതാത് രാജ്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. എന്നാൽ അവർ ഇന്ത്യയെക്കുറിച്ച് വാതോരാതെ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സൗദി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇത് നടക്കുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലുള്ള ആരെങ്കിലും ഇക്കൂട്ടർക്ക് മറുപടി പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇവർ അതാത് രാജ്യങ്ങളിലെ പോലീസിനെയും ഭരണകൂടത്തെയും ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ഇവരെ ജയിലിൽ അടപ്പിക്കുന്നത് ശീലമായി മാറി. ഇക്കൂട്ടത്തിൽ ഒരുത്തനായിരുന്നു മുഹമ്മദ് സനൂഫ് എന്നു പേരുള്ള മലപ്പുറം സ്വദേശി. ഇവനായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് രാമചന്ദ്രൻ എന്ന കൊച്ചിയിലുള്ള മലയാളി കൊല്ലപ്പെട്ടപ്പോൾ രാമചന്ദ്രന്റെ മകൾ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിന്റെ കീഴെ വന്ന് രാജ്യദ്രോഹമായ പരാമർശങ്ങൾ നടത്തിയത്. ആ മുഹമ്മദ് സനൂപിനെതിരെ യുവമോർച്ച നേതാവായ അധീന ഭാരതി പരാതി കൊടുത്തതും ആ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അറസ്റ്റ് ചെയ്തതും മറുനാടൻ വാർത്തയാക്കിയിരുന്നു. മറുനാടൻ്റെ വാർത്ത വൈറലാവുകയും മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നലെ മറുനാടൻ ഇതേക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസ് NIA ഏറ്റെടുക്കണം, എന്നിട്ട് UAPA ചുമത്തണം, അല്ലെങ്കിൽ ഇവൻ പുഷ്പം പോലെ ഊരിപ്പോകുമെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ സന്തോഷ വാർത്ത അറിയിക്കാം. NIA ഏറ്റെടുക്കാനൊന്നും കേരള പോലീസ് നിന്നില്ല. കേരള പോലീസ് ഇയാൾക്കെതിരെ UAPA ചുമത്തിയിരിക്കുന്നു. പഴയ കേരള പോലീസ് അല്ല, ഇപ്പോഴത്തെ കേരള പോലീസ് എന്ന് വ്യക്തമാവുകയാണ് പുതിയ റിപ്പോർട്ട്. മുഹമ്മദ് സനൂപിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച് ഇമിഗ്രേഷൻ അധികാരികൾ തൊടുപുഴ മുട്ടം പോലീസിനെ വിവരമറിയിക്കായിരുന്നു. തൊടുപുഴ മുട്ടം പോലീസായിരുന്നു കേസെടുത്തത്. മുട്ടം പോലീസ് തൊടുപുഴയിൽ നിന്നും കരിപ്പൂരിലെത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ മുഹമ്മദ് സനൂഫിനെതിരെ UAPA ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം പോലീസ് തന്നെ വ്യക്തമാക്കി. എസൻസ് നേതാവായ പ്രവീൺ രവി എഴുതിയൊരു കുറിപ്പോടെയാണ് മുഹമ്മദ് സനൂഫിനെതിരെ UAPA ചുമത്താൻ കേരള പോലീസ് തീരുമാനിച്ച വിവരം ഞാൻ അറിയുന്നത്. പ്രവീൺ രവി ഷെയർ ചെയ്തത് മീഡിയ വണിലെ ഒരു പോസ്റ്റാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ വളർത്തുന്ന കമന്റ് യുവാവിനെതിരെ UAPA മലപ്പുറം ഐക്കരപ്പടി സ്വദേശി മുഹമ്മദ് സനൂഫെ എതിരെയാണ് നടപടി എന്ന് പറഞ്ഞ് മീഡിയ വണിലിട്ടിരിക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പ്രവീൺ രവി ഇങ്ങനെ എഴുതി: വളരെ സന്തോഷമുള്ള വാർത്ത. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് പറഞ്ഞതിനെ ഗൾഫിലെ എൻ്റെ ജോലി കളയിക്കാൻ ശ്രമിച്ച സുഡാപ്പികളുടെ കൂട്ടത്തിലെ ഒരുത്തനെങ്കിലും ഇവിടെ അകത്താവുമ്പോൾ സന്തോഷം. ഇനിയും UAE-യിലുള്ള സുഡാപ്പികളുടെ അറിവിലേക്ക് ഇവിടെ ആർക്കെങ്കിലും എതിരെ ഇതേപോലെ ക്യാമ്പയിൻ നടത്തുകയോ കമ്പനിയുടെ പേരും വ്യക്തിവിവരങ്ങളും വെച്ച് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഗൾഫിലും നീയൊക്കെ അകത്തു പോകും. അതിനുള്ള വകുപ്പുണ്ട്. മീഡിയ വണ്ണിൻ്റെ തന്നെ വാർത്ത ഷെയർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇനി ഇവന്മാർ തെളിവുണ്ടോ എന്ന് ചോദിച്ചു വരും. അതായത് പ്രവീൺ ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ പ്രവീൺ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനും ജോലി തെറിപ്പിക്കാനും അവിടെ ചില ഗൂഢാലോചന നടന്നിരുന്നു. ഇത്തരത്തിൽ ഗൂഢാലോചന സജീവമാണ്. മറുനാടൻ എന്തെങ്കിലും ഗൾഫ് ആകാശത്തിലൂടെ പോയാൽ പിടിച്ചു ജയിലിലിടുമെന്നാണ് ഇത്തരത്തിലൊരു സുഡാപ്പി വ്ളോഗർ ഷെറീഫ് ഭീഷണിപ്പെടുത്തിയത്. ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തങ്ങളുടെ സ്വന്തമാണ്, മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ അകത്താക്കി തുടങ്ങിയിട്ടുണ്ട്. അവർ എന്ന് രാജ്യവിരുദ്ധ പ്രവൃത്തി ചെയ്താലും അവർ നാട്ടിലെത്തുമ്പോൾ അകത്താകും എന്ന് തെളിയിക്കുന്നതാണ് ഈ സാഹചര്യം. പിണറായിയുടെ പോലീസ് അല്ല, രമേശ് ചെന്നിത്തലയുടെ പോലീസ് എന്നതിൻ്റെ തെളിവാണ് ഈ രാജ്യദ്രോഹിയെ പിടിച്ച് ജയിലിലടച്ചത്. ഇവൻ ചെയ്ത കുറ്റകൃത്യത്തിന് പ്രാധാന്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പഹൽഗാം ഇരയുടെ മകളുടെ ബൈറ്റിന് കിഴിവിന് ഇങ്ങനെ എഴുതി:
ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി, ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചേക്കും. ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളായി കാത്തിരിക്കായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാകാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയൊക്കെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഇതായിരുന്നു മുഹമ്മദ് സനൂഫ് എന്ന രാജ്യദ്രോഹിയുടെ ഭീകരന്റെ ഡയലോഗ്. വിചിത്രമായ സംഗതി അതല്ല, അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് 1 വർഷത്തിലധികമായി. ഇന്നേ വരെ അയാളെ ന്യായീകരിക്കാൻ ആരും രംഗത്ത് വന്നില്ല. അയാളല്ല ഇത് പറഞ്ഞത് എന്നും ആരും പറഞ്ഞില്ല. എന്നാൽ കേരളത്തിലെത്തിയ ഉടൻ അറസ്റ്റിലായി ജയിലിലടച്ച് UAPA ചുമത്തിയപ്പോൾ ചില രക്ഷകർ രംഗത്തിറങ്ങി. തേജോധരൻ പോറ്റി എന്ന വ്യാജനാമത്തിൽ മതേതരത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് താജുദ്ദീൻ എന്നൊരുത്തൻ നിരന്തരം രാജ്യദ്രോഹം വിളമ്പാറുണ്ട്. സുഡാപ്പികൾക്ക് വേണ്ടി വിടിപണിയെടുക്കുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ സ്ഥിരം തൊഴിൽ. അവൻ്റെ ന്യായീകരണം ഇങ്ങനെയാണ്: ഇത് ഇവൻ തന്നെ എഴുതിയതാണെങ്കിൽ അകത്ത് കിടക്കേണ്ട കേസ് തന്നെയാണ്. പക്ഷെ ശരിക്കും ഇങ്ങനെ എഴുതുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇവരൊരു ഭീകര സംഘടനയിൽ ചേർന്നാൽ തന്നെ ഇങ്ങനെ എഴുതുമോ? എഴുതിയാൽ പോലീസ് ശ്രദ്ധിക്കും, അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള സാമാന്യ വിവരം കാണില്ലേ? ഭീകരന്മാർ പോലീസിനെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും ഭീകരാക്രമണങ്ങൾ നടത്താനല്ലേ നോക്കൂ. പരിസരബോധമുള്ള സ്ഥിരബുദ്ധിയുള്ള ഒരു ഇന്ത്യൻ മുസ്ലിമും ഇങ്ങനെ എഴുതില്ല. ഇവന് പറയാനുള്ളത് കൂടി കേട്ടാലേ എന്തെങ്കിലും പറയാൻ കഴിയൂ. അക്കൗണ്ട് ഹാക്ക് ചെയ്തതാവാം, അല്ലെങ്കിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മറ്റൊരു ചെയ്തതാവാം. അങ്ങനെ ഒരു സംഭവത്തിന്റെ ഇരയാണ് ഷാഹുൽ അമ്പലത്ത്. സംഘികളെ വിമർശിക്കുന്നത് രാജ്യത്തിനെതിരാവാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മോദിക്ക് മുമ്പും ഇന്ത്യ ഉണ്ടായിരുന്നു, മോദിക്ക് ശേഷവും ഇന്ത്യ ഉണ്ടാവും. ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയുമാണ് എന്ന് വെച്ചാൽ ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല, 140 കോടി ഇന്ത്യക്കാരുടേതുമാണ് എന്ന്. മലബാറിനെ യൂണിയൻ ടെറിട്ടറി ആക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സംഘികൾക്ക് ഏണി വെച്ച് കൊടുക്കരുത്. തേജോധരൻ പോറ്റി എന്ന താജുദ്ദീൻ്റെ കുറിപ്പാണിത്. പോറ്റിയോട് പറയാനുള്ളത്, തലയിൽ ഭീകരവാദം കയറിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല. അത്തരത്തിലുള്ള പിന്തുണയാണല്ലോ പോറ്റിയെ പോലുള്ളവർ കൊടുക്കുന്നത്. പോറ്റിക്കും മറ്റും ബുദ്ധിയുള്ളതുകൊണ്ട് നിങ്ങൾ പടിപടിയായി വിഷം കലർത്തി കൊടുക്കത്തേ ഉള്ളൂ. എന്നാൽ ബുദ്ധി അല്പം കുറഞ്ഞവൻ വിഷം മൊത്തത്തിലെടുത്ത് അകത്താക്കും. അതാണ് ഈ മുഹമ്മദ് സനൂഫ് ചെയ്തത്. സംശയത്തിൻ്റെ ഒരു ആനുകൂല്യവും അവന് കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ അവൻ രംഗത്ത് വരണമായിരുന്നു. ഇത് അവൻ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ മറുനാടനടക്കമുള്ളവർ വാർത്തയാക്കിയതാണ്. അന്ന് തന്നെ അദീന ഭാരതി കേസ് കൊടുത്തതാണ്. അന്ന് തന്നെ പോലീസ് കേസെടുത്തതാണ്. അവനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്. അന്നൊന്നും എന്തുകൊണ്ട് ഈ വിവേകവും വെളിപാടും ഉണ്ടായില്ല? ഹാക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ല. കാരണം ഹാക്ക് ചെയ്തതായിരുന്നില്ല, യഥാർത്ഥത്തിൽ ചെയ്തതായിരുന്നു. ഇന്നിപ്പോൾ UAPA ചുമത്തിക്കഴിഞ്ഞപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇത്തരം രാജ്യദ്രോഹികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ കഴിയുന്നുണ്ട്. ഇക്കൂട്ടരെ സൂക്ഷിക്കുക തന്നെ വേണം. ഇന്തോനേഷ്യ കേന്ദ്രമാക്കി അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന് പേരിട്ട് ഒരു മൊട്ടത്തലയടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് ഒരു ഭീകര രൂപമുള്ള ഒരുത്തൻ നിരന്തരം രാജ്യത്തിനെതിരെ ലൈവ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്തെ അവൻ്റെ രാജ്യദ്രോഹ ചിന്ത അതിര് കവിഞ്ഞുപോയി. അവൻ്റെ പേരൊരിടത്തും തെരഞ്ഞെടുപ്പ് കിട്ടില്ല. എന്നാൽ അവൻ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഓപ്പറേഷൻ നടത്തുന്നത് എന്ന് വ്യക്തമാണ്. നിരന്തരമായി രാജ്യത്തെയും രാജ്യത്തിൻ്റെ പട്ടാളത്തെയും രാജ്യത്തിൻ്റെ അന്തസ്സിനെയും ആക്രമിച്ച് ലൈവ് ചെയ്ത് കാശുണ്ടാക്കി രാജ്യദ്രോഹം വിറ്റ് ജീവിക്കുന്നവന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഈ വലയിൽ ഇനി വീഴാൻ പോകുന്ന അനേകം പേരിൽ ഒരാൾ അവനായിരിക്കും. ഇങ്ങനെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ പണ്ട് ഇവിടുത്തെ അഴകുഴമ്പൻ രാഷ്ട്രീയ സമീപനം പോലും രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് തൻ്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രിയും തൻ്റെ ഇടമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുമാണ്. അതുകൊണ്ട് തന്നെ ഇവറ്റകൾക്കൊന്നും രക്ഷയില്ല. കേരളത്തിലെ സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുന്നു. ആത്മാഭിമാനവും തൻ്റെ ഇടമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെയും ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയിലിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ അപമാനിക്കാൻ തീരുമാനിക്കുന്നവനൊക്കെ ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധത്തിൽ അഴിയെണ്ണും. മുഹമ്മദ് സനൂഫിൻ്റെ വിധിയും അത് തന്നെയാണ്. UAPA ചുമത്തിയാൽ കുറഞ്ഞത് 1 വർഷം ജയിലിൽ കിടന്നാലേ ജാമ്യം കിട്ടൂ. അത് കഴിഞ്ഞും കിട്ടണമെന്നില്ല. അതിനിടയിൽ UAPA ചുമത്തിക്കഴിഞ്ഞാൽ NIAക്ക് വന്ന് കൂട്ടിക്കൊണ്ടുപോയി തീഹാർ ജയിലിൽ അടയ്ക്കാം. ഇത്തരക്കാർ കഴിയേണ്ടത് അത്തരം ജയിലുകളിൽ തന്നെയാണ്.